ശ്രുതിയെ പുകഴ്ത്തി വർഷയോട് സംസാരിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് മലേഷ്യയിലുള്ള ഒരു വലിയ ടവർ ശ്രുതിയുടെ അച്ഛൻ്റെയാണെന്ന് ചന്ദ്രമതി വർഷയോട് പറയുന്നു. ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു. ശേഷം ആ ടവറിനെ പറ്റി അറിയാവുന്ന വർഷ ചന്ദ്രമതി പറഞ്ഞ കള്ളം പൊളിച്ചടുക്കി കൊടുക്കുന്നു. അതോടെ ചന്ദ്രമതിയും ശ്രുതിയും ചമ്മിപ്പോകുന്നു. ശേഷം രേവതിയാണ് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നതെന്നും മോളും ശ്രുതിനെ പോലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒന്നും ചെയ്യണ്ടെന്നും നമുക്കൊരു ദിവസം ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോകാമെന്നും ചന്ദ്രമതി പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു. ശേഷം രേവതിയെ അപമാനിക്കുന്ന ചന്ദ്രമതിക്ക് വർഷ കണക്കിന് കൊടുക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ശ്രീകാന്തിനോട് മുറിയിലേക്ക് പോകാമെന്ന് വർഷ പറയുമ്പോൾ സ്വന്തമായി മുറിയില്ലാത്ത ശ്രീകാന്ത് ഞെട്ടിപ്പോകുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രമതി ഉടനെ തന്നെ മുറി വൃത്തിയാക്കി തരാമെന്ന് പറയുന്നത് കേട്ട് ശ്രീകാന്ത് ഞെട്ടിപ്പോകുന്നു. ശേഷം ഇരുവരും പുറത്തേക്ക് പോകുന്നു. തുടർന്ന് രേവതിയുടെ മുറിയിലെത്തുന്ന ചന്ദ്രമതി ശ്രീകാന്തിനും വർഷയ്ക്കും ഇന്നാണ് ശാന്തി മുഹൂർത്തമെന്നും അവർക്ക് ഈ മുറി കൊടുക്കണമെന്നും നീയും സച്ചിയും ഇവിടെ നിന്ന് മാറിക്കിടക്കണമെന്നും പറയുന്നു. ശേഷം രേവതിയെ അപമാനിക്കുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് നീ സച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും വർഷയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും 2-3 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്നും ചന്ദ്രമതി പറയുന്നതോടെ സച്ചിയോട് സംസാരിക്കാമെന്ന് രേവതി സമ്മതിക്കുന്നു. ശേഷം മുറിയെല്ലാം അലങ്കരിക്കണമെന്ന് ചന്ദ്രമതി രേവതിയോട് പറയുന്നു. പിന്നീട് രാത്രി മുറിയിലെത്തുന്ന സച്ചിക്ക് മുറി അലങ്കരിച്ചിരിക്കുന്നത് കണ്ട് സന്തോഷമാകുന്നു. തുടർന്ന് മുറിയിലെത്തുന്ന രേവതിയോട് പിണക്കം മാറിയപ്പോൾ ഇത്രയും വലിയ സർപ്രൈസ് നീ എനിക്ക് തരുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് സച്ചി പറഞ്ഞ് കട്ടിലിൽ കയറിയിരിക്കുന്നു. തുടർന്ന് ഇതൊന്നും നമുക്ക് വേണ്ടി ഒരുക്കിയതല്ലെന്നും ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയാണ് ഈ മുറി ഒരുക്കിയിരിക്കുന്നതെന്നും രേവതി പറയുമ്പോൾ സച്ചി രേവതിയോട് ദേഷ്യപ്പെടുകയും അവനെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും പറയുന്നു. ശേഷം ഹാളിലെത്തുന്ന സച്ചി ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ മുറി ഒരുക്കിയതെന്ന് ചോദിച്ച് ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുകയും എൻ്റെ മുറി കൊടുക്കാൻ പറ്റില്ലെന്നും പറയുന്നു. തുടർന്ന് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.